പ്രിയ ചിത്രലേഖേ കണ്ടില്ലേ അവൻ കൂടുതൽ സുന്ദരനായില്ലേ. അപ്പൊ ചിത്രലേഖ പറഞ്ഞു, നേരാണല്ലോ അവനിൽ പൂർണ്ണചന്ദ്രനാണല്ലോ, നേരാണല്ലോ അവനിൽ പൂർണ്ണചന്ദ്രനാണല്ലോ. പ്രിയ ചിത്രലേഖേ കണ്ടില്ലേ അവൻ കൂടുതൽ സുന്ദരനായില്ലേ. ദേഹം തരളിതമായി പ്രേമം ചെയ്തു തുടങ്ങി കാമിനി കണ്ടു പുതിയൊരു ദേവൻ. ദേഹം തരളിതമായി പ്രേമം ചെയ്തു തുടങ്ങി കാമിനി കണ്ടു പുതിയൊരു ദേവൻ. പ്രേമാദരമുള്ളിൽ ആലസ്യമളക്കുമ്പോൾ, പ്രേമാദരമുള്ളിൽ ആലസ്യമളക്കുമ്പോൾ അതിരില്ലല്ലോ, അതിരില്ലല്ലോ, അതിനതിരില്ലല്ലോ. ദേഹം തരളിതമായി പ്രേമം ചെയ്തു തുടങ്ങി കാമിനി കണ്ടു പുതിയൊരു ദേവൻ. ദേഹം തരളിതമായി പ്രേമം ചെയ്തു തുടങ്ങി കാമിനി കണ്ടു പുതിയൊരു ദേവൻ. വിദൂഷകനെയും കൂട്ടുകാരനായ രാജാവിനെയും ഉർവശി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവർ സംസാരിക്കുന്നു. രാജാവും വിദൂഷകനും സംസാരിക്കുന്നു. രാജാവിന്റെ വിഷാദം കണ്ടിട്ട് വിദൂഷകൻ പറയുന്നു, തോഴരെ വിഷാദിക്കാതെ, വിഷാദിക്കാതെ, അവളേക്ക് വരും, ഉർവശി വരും. അവൾക്ക് അനുരാഗമുണ്ടായി എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ അവളുടെ അസാന്നിധ്യമാണ് അങ്ങേ വേദനിപ്പിക്കുന്നത് എന്നെനിക്കറിയാം. കാണാതിരിക്കുന്നതോടുള്ള വേദനയാണ്. അതിനങ്ങ് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്താ? അങ്ങ് അവളുടെ ചിത്രം വരച്ചല്ലോ, നല്ല ചിത്രം. ആ ചിത്രം നോക്കിയിരുന്നാൽ പോലെ ഇല്ലാത്ത വിഷമം മാറില്ലേ? എടോ, അതാണ് വിഷമം. ചിത്രം നോക്കുമ്പോൾ ആളില്ല എന്ന ആ ബോധ്യം കൂടുതലുണ്ടാകുന്നു. ഇത് കേട്ടു നിൽക്കുകയാണ് ചിത്രലേഖയും ഉർവശിയും. അത് കേട്ടിട്ട് ചിത്രലേഖ ഉർവശിയോട് പറയുന്നു, കേട്ടില്ലേ ഉർവശി, അവർ പറയുന്നത് കേട്ടില്ലേ? കേട്ടു, ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ പ്രണയമാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ എന്നോടുള്ള പ്രണയമാണ്. എനിക്കും പ്രണയവും. ഞാനത് അറിയിക്കണമല്ലോ. എന്റെ പ്രണയം ഞാൻ അദ്ദേഹത്തെ എങ്ങനെ അറിയിക്കും? ഞാനൊരു കാര്യം ചെയ്യാം, ഞാനത് എഴുതിടാം. ഈ ഭൂർജപത്രത്തിൽ ഞാനൊരു പ്രണയലേഖനം എഴുതാം. പൗരാണിക കാലത്ത് പ്രണയലേഖനം ഭൂർജപത്രത്തിലാണ് എഴുതിയിരുന്നത്. ഭൂർജപത്രം ഭൂർജ വൃക്ഷത്തിന്റെ ഇല, ഭൂർജ മരത്തിന്റെ ഇല. അതിൽ ഒരു തുരുമ്പ് കൊണ്ട് കോറിയാൽ രേഖ തെളിയും. ഇതാ ഒരു ഭൂർജപത്രം എടുത്ത് ഉർവശി പ്രണയലേഖനം കുറിക്കുന്നു. അവളത് ചുരുട്ടി ആ പൂന്തോട്ടത്തിൽ ഒരു ഭാഗത്തേക്ക് എറിഞ്ഞു കൊടുത്തു. പെട്ടെന്ന് ശക്തിയായ ഒരു കാറ്റ് വന്നു. ആ കാറ്റിൽ അത് സഞ്ചരിക്കുന്നു. ഭൂർജപത്രം രാജാവിനരികിൽ ചെന്ന് നിന്നു. അതാദ്യം കണ്ടത് ആ വിദൂഷകനാണ്. ആ ചലനം കണ്ട് അവനൊന്ന് പേടിച്ചു. പാമ്പല്ലല്ലോ, അത് പടം, പാമ്പിന്റെ പടം ചുരുണ്ടു കിടക്കും. എടോ വിധി, അത് പടമല്ല, പാമ്പിന്റെ പടവും പ്രതിമയൊന്നുമല്ല, അത് ഭൂർജപത്രമാണ്. അതിലെന്തോ എഴുതിയിരിക്കുന്നു. രാജാവ് ഓടിച്ചെന്നത് എടുത്തു. അത് നിവർത്തി കണ്ണോടിച്ചു. എന്താ തോന്നുന്നത്? അത് എഴുതിയിരിക്കുന്നത് എന്താണ്? എന്തോ കണ്ടില്ലേ? കാറ്റിലോടി വന്ന കണ്ടു, പ്രണയലേഖമെഴുതിയ കണ്ടു, കാറ്റിലോടി വന്ന കണ്ടു, പ്രണയലേഖമെഴുതിയ കണ്ടു, എന്റെ ഉള്ളിൽ കുടിക്കുന്ന പ്രണയം ഇതാമൽ പ്രിയാങ്കിയും തരുന്നല്ലോ, എന്റെ ഉള്ളിൽ കുടിക്കുന്ന പ്രണയം ഇതാമൽ പ്രിയാങ്കിയും തരുന്നല്ലോ, അവളെന്റെ മുന്നിൽ ഇതാ വന്നു തുരങ്കന മിഴിച്ചൊരുമയായി, അവളെന്റെ മുന്നിൽ ഇതാ വന്നു തുരങ്കന മിഴിച്ചൊരുമയായി, കാറ്റിലോടി വന്ന പൂജ്യം കണ്ടു, പ്രണയലേഖമെഴുതിയ
ഗംഗയിലലിയും മുമ്പേ നറുകാലിന്റെ നദി പോലെ. എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ഇതാ അവൾ ഉർവശി ആ തിരസ്കരണി എന്ന സംവിധാനം നീക്കി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം ചെന്ന് മതി മറന്ന് സ്വയം മറന്ന് അവളുടെ കരം ഗ്രഹിച്ചു. രാജാവ് ചെന്ന് അപ്സരസിന്റെ കരം ഗ്രഹിച്ച് ഇതാ കൊണ്ടുവരുന്നു, സന്തോഷപൂർവ്വം കൊണ്ടുവരുന്നു. താൻ ആരെ കാണണമെന്ന് അദമ്യമായി ആഗ്രഹിച്ചു. ആ അപ്സരസ് തന്നെ ഇതാ മുന്നിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് സന്തോഷം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. താൻ എവിടെയാണ് നിൽക്കുന്നത്? താൻ ആരാണ്? താൻ കൊട്ടാരത്തിലെ ഉദ്യാനത്തിലാണ് നിൽക്കുന്നത്. തന്റെ നിലയും വിലയും എല്ലാം മറന്ന് അദ്ദേഹം സന്തോഷിക്കുകയാണ്. ആ സ്ത്രീരത്നത്തെ അദ്ദേഹം കക്കി പിടിച്ച് സ്വന്തം സിംഹാസനത്തിൽ കൊണ്ടിരുന്നെങ്കിരുത്തി. അത് കണ്ട് നമ്മുടെ വിദൂഷകന് തമാശ പറഞ്ഞു, കൊള്ളാം തുടരെ കൊള്ളാം, എല്ലാം മറന്ന് എന്തായി ചെയ്തത്? സ്വന്തം സിംഹാസനത്തിൽ അപ്സരസിനെ പിടിച്ചങ്ങിരുത്തി. അല്ല, ഭവതിയും മോശമല്ല, അപ്സരസും മോശമല്ല, ബ്രാഹ്മണനെ വന്ദിക്കാതെ നേരെ കയറി അങ്ങ് ഇരുന്നു. അപ്പോൾ ഉർവശി ഒന്ന് എഴുന്നേറ്റു, ബ്രാഹ്മണനെ വന്ദിച്ചു. അവർക്ക് പ്രണയ സായുജ്യത്തിന്റെ ഒരു നല്ല നിമിഷമാണ്. പ്രണയം പരസ്പരം അറിയിക്കാൻ കഴിഞ്ഞു. സാധാരണ പ്രണയത്തിന്റെ ഒരു പ്രശ്നം ഇതാണ്, ഒരു വശം മാത്രമേ ചിലപ്പോൾ അത് ബോധ്യപ്പെടൂ, മറുവശം ബോധ്യപ്പെടാതെ അങ്ങനെ നിൽക്കും. വൺ സൈഡഡ് ലവ് എന്ന് പറയും. പക്ഷേ രണ്ടുപേരും അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രണയ സായുജ്യത്തിന്റെ ആദ്യത്തെ പടി. ആ പടിയിൽ അവർ എത്തി നിൽക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ആ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തൊരു മിന്നൽ. ഇക്കുറി തെളിഞ്ഞു തന്നെയാണ് ആകാശയാനപത്രം വരുന്നത്. ഒരു സ്വർഗദൂതൻ വരുന്നു. ഇതാ ഒരു സ്വർഗദൂതൻ വരുന്നു. സ്വർഗദൂതൻ വന്നിറങ്ങി. ദേവേന്ദ്രൻ അയച്ചതാണ്. ആ ദൂതൻ നമ്മൾ പുരൂരവസനെ കണ്ട് അഭിവാദ്യം ചെയ്തു. ഒരു ഇന്ദ്ര സന്ദേശവുമായിട്ടാണ് വരവ്. അറിയിച്ചാലും അങ്ങേക്കല്ല, ഉർവശി ദേവിക്കാണ്. ഓഹോ, ഭവതിയോട് പറഞ്ഞാലും. ഉർവശി ദേവി, ഇന്ദ്രൻ ഒരു സന്ദേശം അയക്കുന്നു. എന്താണെന്ന്? ഭവതിയുടെ ഗുരുവായ ഭരതൻ മുനി ഭവതിയെ പഠിപ്പിച്ച അഷ്ടരസാധ്യ നാട്യമെല്ലാം വളരെ സരസമായും ക്രമമായും ഇന്ദ്ര സദസ്സിൽ അവതരിപ്പിക്കണമെന്ന് ഇന്ദ്രദേവൻ അഭിലഷിക്കുന്നു. ഉടൻ അതിനുവേണ്ടി മടങ്ങിയെത്തണം. ഇന്ദ്ര സദസ്സിൽ വന്ന് വേഷമണിഞ്ഞ ആടണം. അവളുടെ മുഖം മ്ലാനമായി. കാരണം ഇന്ദ്രന്റെ ആജ്ഞയാണ്. താൻ ഇന്ദ്രന്റെ ആജ്ഞാനുവർത്തിയാണ്. അനുസരിച്ചേ പറ്റൂ, പോയേ പറ്റൂ. ഇവിടെ ഒരാളുമായി പ്രണയം സ്ഥാപിച്ചിരിക്കുന്നു. അതിന്റെ ആദ്യ പടി കഴിഞ്ഞു. അങ്ങനെ ആ പ്രണയ നിമിഷങ്ങൾ പങ്കിട്ട് അതിന്റെ പാരമ്യത്തിൽ അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോഴാണ് ഈ വീഴ്ച. അവിടെ നിന്ന് ആള് വന്നിരിക്കുന്നു. അങ്ങോട്ട് പോയേ പറ്റൂ. അവൾ പുരൂരവസനോട് വിട ചോദിക്കുന്നു. ബഹുമാന്യനായ രാജർഷി, ഇതാ ഇന്ദ്ര സന്ദേശമാണ്, ഞാൻ ഉടൻ അങ്ങെത്തണം. അത് ഇന്ദ്രന്റെ ആജ്ഞയാണ്. ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ അത് ഇന്ദ്ര നിന്ദയാവും. ഞാൻ പോയേ പറ്റൂ, എന്നെ പോകാൻ അനുവദിക്കണം. അതിനെന്താ? ഞാൻ ഇന്ദ്രദേവന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. അവിടുത്തെ ആജ്ഞ അനുസരിക്കാൻ അവിടുത്തെ ആജ്ഞാനുവർത്തിയായ ഉർവശി ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് അനുസരിച്ച് അങ്ങോട്ട് മടങ്ങിപ്പിക്കോളും. ഹൃദയഭാരത്തോടു കൂടി ഞാൻ അങ്ങോട്ട് യാത്ര അയക്കുകയാണ്. വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ്. എപ്പോഴെങ്കിലും ഉർവശി മടങ്ങി വരും എന്ന പ്രതീക്ഷയോടുകൂടി. മടങ്ങി വന്നാലും ഇല്ലെങ്കിലും എനിക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ. ഉർവശി എവിടെയായിരുന്നാലും ഉർവശി, നീ എന്നെ മറക്കരുത്, എന്നെ മറക്കരുത്. പുരൂരവസന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അത് കണ്ട് അവളുടെ കണ്ണും നിറഞ്ഞു. ഉർവശി പൊട്ടിക്കരുത്. ദേവേന്ദ്രനിൽ രാമരാജന്റെ സ്നേഹം, ദേവേന്ദ്രനിൽ രാമരാജന്റെ സ്നേഹം അതൊന്നു കണ്ണീടവേ അത്തരത്തു മധ്യ ഹൃദയ വിശുദ്ധി അറിഞ്ഞു. അതൊന്നു കണ്ണീടവേ അത്തരത്തു മധ്യ ഹൃദയ വിശുദ്ധി അറിഞ്ഞു. ഹൃദയ വിശുദ്ധി അറിഞ്ഞു. നന്മയ്ക്ക് കോവിലിൽ പോയി നൃത്തമാടലും കുമ്മാനസങ്ങളെ നൃത്തമാടിക്കലും
നർത്തന സേവയിൽ നെറ്റിത്തടത്തിൽ നിന്ന് എത്ര വിയർപ്പ് വിറ്റിട്ട് വീഴുമോ അത്ര വെൺമുത്തുകൾ മുന്നിലുതിരുന്നു നൽ ദേവദാസികൾക്ക് ഈശ്വര പ്രീതിയാൽ. ഭൂമിയിലുള്ളൊരു സംവിധാനത്തെക്കുറിച്ചാണ്, സമ്പ്രദായത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പാടിയത്. മഹാകവി വള്ളത്തോളിന്റെ വരികൾ, കൊച്ചു സീത എന്ന ഖണ്ഡകാവ്യത്തിലെ വരികൾ. പുമ്മാനസകളെ നൃത്തമാടിക്കാൻ അപ്സരസുകൾ പോകേണ്ടതില്ല. അവിടെ ദേവമാനസകളാണ്, ഇവിടെ പുരുഷമാനസകളാണ്. ഭൂമിയിൽ പുമ്മാനസകളെ നൃത്തമാടിക്കാൻ ദേവദാസികൾ പോകണം. 500 വർഷം മുമ്പ് വളരെ സജീവമായിരുന്ന ഒരു സംവിധാനം. സോമനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 500 ദേവദാസി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീകൾ, സുന്ദരികളായ സ്ത്രീകൾ, അവിടുത്തെ വരേണ്യവർഗത്തിന് മുമ്പിൽ ആടണം, ക്ഷേത്രത്തിൽ ആടണം. അത് ദേവ പ്രീതിക്ക് വേണ്ടിയാണ് പുമ്മാനസകളെ നൃത്തമാടിക്കുന്നത്. നർത്തന സേവയിൽ നെറ്റിച്ചടത്തിൽ നിന്ന് എത്ര വിയർപ്പ് നിരിച്ചിട്ട് വീഴുമോ. നൃത്തം ചെയ്യുമ്പോൾ, ആ ദേവദാസികൾ നൃത്തം ചെയ്യുമ്പോൾ എത്ര വിയർപ്പ് നീരിങ്ങനെ ഇറ്റിച്ച് വീഴുമോ അത്രയും വെൺമുത്തുകൾ അവർക്ക് മുന്നിൽ ഉതിരുന്നു. നൽ ദേവദാസികൾക്ക് ഈശ്വര പ്രീതിയാൽ. നന്മയ്ക്ക് പോയി കോവിലിൽ പോയി നൃത്തമാടലും നന്മയ്ക്ക് വേണ്ടിയാണ്. പുമ്മാനസങ്ങളെ നൃത്തമാടിക്കലും. ഇങ്ങനൊരു സംവിധാനം, ഇങ്ങനൊരു സമ്പ്രദായം ഭൂമിയിലുണ്ടായിരുന്നു, ഭൂമിയിലുണ്ട്. അതിന്റെ പിന്തുടർച്ച പല രൂപത്തിൽ ഇന്നും നാം കാണുന്നുണ്ട്. അതിന് പ്രതിഫലമുണ്ട്. അതാണ് വ്യത്യാസം. ദേവദാസിത്വം അങ്ങ് ദേവലോകത്താകുമ്പോൾ പ്രതിഫലമില്ല, വെറും ആജ്ഞ മാത്രം, ആജ്ഞാനുവർത്തികൾ മാത്രം. അവൾ അതിനുവേണ്ടി അങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ദ്രൻ പറയുമ്പോൾ ചെല്ലണം, പറയുന്നിടത്ത് പോകണം, തപസ് മുടക്കണം. എവിടെങ്കിലും ആരെങ്കിലും തന്റെ അധികാരത്തിൽ കൈവച്ചിട്ടുണ്ട് എന്ന സംശയം ഇന്ദ്രദേവനുണ്ടായാൽ അങ്ങോട്ട് അവരുടെ തപസ് മുടക്കാൻ, ആ ഇന്ദ്രപദം അവർ ആർജിക്കാതിരിക്കാൻ എന്താണ് മാർഗം? അവരുടെ തപസ് മുടക്കുക, തപസ് ശിഥിലമാക്കുക, ഏകാഗ്രത നശിപ്പിക്കുക. അതിനുവേണ്ടി നൃത്തക്കാരികളായ ഇവരെ അങ്ങോട്ട് അയക്കുക. അതിനുവേണ്ടി അവരെ വേണ്ടത്ര പരിശീലനം കൊടുത്ത് ഇട്ടിരിക്കുകയാണ്. അവിടെ ചെല്ലും ചെലവും ആഹാരവും കൊടുത്ത് അവിടെ ഇട്ടിരിക്കാൻ പ്രതിഫലമില്ല. എന്ന് മാത്രമല്ല, ഇന്ദ്ര സദസ്സിലെ സൗന്ദര്യദാഹങ്ങൾക്ക് അവർ ഉപകരണങ്ങളാകുന്നു. പറയുമ്പോൾ ആടണം. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. വേദി ഒരുങ്ങുന്നു, ഉർവശി അണിഞ്ഞൊരുങ്ങുന്നു. വേദിയിൽ ആടേണ്ടതാണ്. അവൾക്കൊട്ടും മനസ്സില്ല. അവളുടെ മനസ്സിന്റെ ഭൂമിയിലാണ്. അവളുടെ മനസ്സിൽ നിറയെ ഒരു പുരുഷനാണ്, പുരുരവസ്ഥാണ്. പക്ഷേ മനസ്സില്ല മനസ്സോടെ അവൾ വേഷമണിയുന്നു. അവളുടെ കണ്ണു തുടയ്ക്കുന്നുണ്ട്. ചിലങ്ക കെട്ടാനൊരുക്കുന്നു. ചിലങ്കകൾ എന്തിന് കൈവളകൾ എൻ പ്രിയനരികിൽ വരില്ല എങ്കിൽ എന്തിന് ചിലങ്കകൾ എന്തിന് കൈവളകൾ എൻ പ്രിയനരികിൽ വരില്ല. പിന്നെയും കണ്ണു തുടയ്ക്കുന്നു. അത് കണ്ട് സഹായത്തിന് വരുന്ന ചിത്രത്തിലേക്കാണ്. അവൾ കണ്ണു തുടച്ചു കൊടുത്തു. കരയാതെ കരഞ്ഞു കലങ്ങി കണ്ണുമായി വേദിയിലെത്തിയാൽ ആകെ മോശമായിരിക്കും കാണാൻ. തന്നെയുമല്ല, ഇങ്ങനെ ദുഃഖിച്ച് വേദിയിൽ ഏറാൻ പാടുണ്ടോ? മനസ്സ് ഏകാഗ്രമാക്കൂ. വേദിയിൽ അവതരിപ്പിക്കേണ്ട വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമാക്കൂ. ഇല്ലെങ്കിൽ പിഴവ് സംഭവിക്കും. സൂക്ഷിക്കൂ. അവൾ ഗുണദോഷിച്ചു, സന്തോഷിപ്പിച്ചു. അവളുടെ നൃത്തം അരങ്ങേറുവാനുള്ള സമയമായി. ആ രസാഠ്യനാട്യം അരങ്ങേറുവാനുള്ള സമയമായി. അവൾ വേദിയിലെത്തി. ഉർവശി അണിഞ്ഞിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ വേഷമാണ്. വേദിയിൽ മറ്റൊരാൾ കൂടിയുണ്ട്, മേനക. അവൾ അണിഞ്ഞിരിക്കുന്നത് വാരുണി ദേവിയുടെ വേഷം. വാരുണി ദേവി വരുണദേവന്റെ ഭാര്യ, വരുണദേവൻ സമുദ്രദേവൻ. ആദ്യത്തെ സംഭാഷണം മേനകയ്ക്കാണ്, വാരുണി ദേവിക്കാണ്. മേനക പറയുന്നു, വാരുണി ദേവിയായി വേഷമിട്ടവൾ പറയുന്നു, ത്രൈലോക്യ പുരുഷന്മാരായ ദിക്പാലകരെല്ലാവരും വന്നിട്ടുണ്ട് ലക്ഷ്മി. നിനക്ക് അവരിൽ ആരോടാണ് അനുരാഗം? ലക്ഷ്മി ദേവി മറുപടി പറയുന്നു, ഉർവശി മറുപടി പറയുന്നു, എനിക്ക് അനുരാഗം പുരുരവസിനോടാണ്. ആ വാക്കുച്ചരിച്ചതും അവിടെ പൊട്ടിച്ചിരി ഉയർന്നു. ഇന്ദ്ര സദസ്സിൽ പൊട്ടിച്ചിരി, പരിഹാസച്ചിരി. കാരണം അവർക്ക് സംഭാഷണം തെറ്റി. അവർക്ക് ഈ വിഷയം മുഴുവൻ അറിയാവുന്നവരാണ്. വിദ്വൽ സദസ്സാണ്, ഒരു സമുന്നതമായ സദസ്സാണ്. അവർക്ക് ഈ വിഷയം മുഴുവൻ അറിയാം. അവൾ പറയേണ്ടിയിരുന്നത് ഈ വാക്കല്ല, പുരുഷോത്തമനോടാണ് എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അവൾ പറഞ്ഞത് പുരൂരവസിനോട്. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആ വാക്ക് ആവർത്തിച്ച് പരിഹാസച്ചിരി ഉയർത്തുന്നു എല്ലാവരും. വേദിയിൽ നിന്ന് അവൾക്ക് അവളുടെ പിഴവ് മനസ്സിലായി. കൂടുതൽ എളിപ്പിയായി തീർന്നു അവൾ വേദിയിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി. ശേഷിച്ച ഭാഗം എങ്ങനെയും അവൾ അവതരിപ്പിച്ച് തീർത്തു. വേദിയിലെ തൻ്റെ വേഷം പൂർത്തിയായി അവൾ താഴെ ഇറങ്ങി. അരങ്ങിൽ നിന്ന് താഴെ ഇറങ്ങി പടിയിറങ്ങി അവൾ മുമ്പോട്ട് നോക്കുമ്പോൾ കാണുന്നു, ഇതാ കൺമുന്നിൽ നിൽക്കുന്നു സാക്ഷാൽ ഭരതൻ മുനി.
തന്റെ ഗുരു ഭരതൻ മുനി ജ്വലിക്കുന്ന കണ്ണുകളുമായി അത്യന്തം കോപിഷ്ഠനായി നിൽക്കുന്നു. അവൾ ആകെ ഭയന്ന് വിറച്ചു. ഇത്രയും ദേഷ്യത്തോടെ ഗുരുവിനെ കണ്ടിട്ടില്ല. പുരൂരവസ് പോലും കണ്ടിടമൊക്കെ തെണ്ടി തിരിഞ്ഞ് അവിടെ കണ്ടതൊക്കെ മനസ്സിൽ ആവാഹിച്ച് കൊണ്ടുവരും. ഇവിടെ വേദിയിലേറുന്നതിന് മുമ്പ് വേദിയിലെ വേഷത്തിൽ ഏകാഗ്രത പാലിക്കണം, വിഷയത്തിൽ ഏകാഗ്രത പാലിക്കണം എന്ന് എത്ര തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പുരൂരവസ് അങ്ങനെ പുരുഷോത്തമനങ്ങ് പുരൂരവസായി. പുരൂരവസ് ഭൂമിയിലുള്ള ആളാണ്, നിന്റെ മനസ്സും ഭൂമിയിലാണ്. നീ സ്വർഗത്തിൽ വസിക്കുന്നവളാണെങ്കിലും നിന്റെ മനസ്സങ്ങനെ ഭൂമിയിൽ പോയി. നിനക്കിവിടെ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് വേണം കരുതാൻ. സ്വർഗത്തിൽ ഇരിക്കാൻ നിനക്ക് യോഗ്യതയില്ല, നിനക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയാതാവട്ടെ. ഗുരു ശപിച്ചു. പുരൂരവസിന്റെ പേര് ഉച്ചരിച്ചതിന്റെ പേരിൽ അവളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനൊരവസ്ഥ അത് തന്ത്രപരമായി ശരിയല്ല എന്ന് തോന്നിയത് ഇന്ദ്രദേവനാണ്. അദ്ദേഹം വിചാരിച്ചു, നടന്നിട്ടുള്ള ദേവാസുര യുദ്ധങ്ങളിലെല്ലാം തന്നെ സഹായിച്ച ഉറ്റമിത്രമാണ് പുരൂരവസ്. അദ്ദേഹത്തിന്റെ പേരും ഉച്ചരിച്ചതിന്റെ പേരിൽ ഒരാളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അപമാനമാണ്, അദ്ദേഹത്തിന് അപ്രീതി ഉണ്ടാകും. ആ അപ്രീതി വിളിച്ചു വരുത്തേണ്ട, ക്ഷണിച്ചു വരുത്തേണ്ട തന്ത്രശാലിയായ ഇന്ദ്രദേവൻ മറ്റൊരു തരത്തിൽ അത് വ്യാഖ്യാനിക്കുന്നു. ഉർവശി, ഗുരുവിന്റെ ശാപം ഓർത്ത് നീ വിഷമിക്കണ്ട. അതൊരു വലിയ തെറ്റൊന്നുമല്ല. നിന്റെ മനസ്സിലുള്ള പുരുഷനെ ഒന്ന് സ്മരിച്ചപ്പോൾ അറിയാതെ ആ പേര് ഉച്ചരിച്ചു പോയി. അതൊരു വലിയ തെറ്റൊന്നുമല്ല. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ ഇംഗിതമനുസരിച്ച് നീ പ്രവർത്തിച്ചോളൂ. നീ അങ്ങോട്ട് പൊയ്ക്കോളൂ, ഭൂമിയിലേക്ക് പൊയ്ക്കോളൂ. നിനക്ക് ഇഷ്ടം പുരൂരവസിനോടല്ലേ? അദ്ദേഹത്തോടൊപ്പം ചെന്ന് ചേര്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായി തീരും, അദ്ദേഹത്തെ പരിണയിക്കും, അദ്ദേഹത്തിന്റെ ഭാര്യയായി ഭൂമിയിൽ കഴിയും. ആ ദാമ്പത്യത്തിൽ നിനക്കൊരു പുത്രൻ ഉണ്ടാവും. ആ പുത്രൻ ഉണ്ടാവുമ്പോൾ ആ പുത്രനെ പുരൂരവസ് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം നീ ഇങ്ങ് തിരിച്ച് സ്വർഗത്തിലേക്ക് വരണം. അദ്ദേഹം വ്യവസ്ഥയിൽ വെച്ചു. ആരെയും വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശമില്ല. ഏറ്റവും വലിയ തന്ത്രശാലിയാണ്, പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ തന്ത്രശാലിയാണ് ഇന്ദ്രദേവൻ. കാരണം ഇവിടെ വിട്ടുകൊടുത്താൽ ഇവൾ തനിക്കൊരു മുതൽക്കൂട്ടാണ്. തപസ് മുടക്കാൻ ഏറ്റവും മികച്ച സുന്ദരി ഇവൾ തന്നെ. ഇവളെ അങ്ങനെ പുരൂരവസിന് എന്നേക്കുമായി ഭൂമിയിലേക്ക് വിട്ടുകൊടുത്താൽ തനിക്കത് നഷ്ടമാണ്. അവളെ തിരിച്ചു വേണം, അവളുടെ കാര്യം നടക്കണം, പുരൂരവസിനെ അപ്രീതിപ്പെടുത്തരുത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്ന് ഒരു വെടിക്ക് പല പക്ഷികൾ എന്ന ആ തന്ത്രത്തിൽ അദ്ദേഹം ഒരു വ്യവസ്ഥ വച്ചിരിക്കുന്നു. നീ അങ്ങ് ഭൂമിയിൽ പോയി അദ്ദേഹത്തോടൊപ്പം ജീവിക്ക്. അദ്ദേഹത്തിൽ നിനക്കൊരു പുത്രനുണ്ടായി. ആ പുത്രനെ പുരൂരവസ് കണ്ടു കഴിയുമ്പോൾ നീ മടങ്ങി വരണം. അവൾക്കറിയാം അത് വലിയ താമസമൊന്നുമില്ല. അതിൻ്റെതായ ഭൂമിയിലെ ക്രമങ്ങളുണ്ട്, കാലക്രമങ്ങളുണ്ട്. ആ കാലക്രമങ്ങൾ പൂർത്തിയായാൽ താനിക്ക് തിരിച്ചു വരണം. അതൊരു സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വേദിയിൽ നിന്ന് തനിക്ക് ഏൽക്കേണ്ടി വന്ന അപമാനം, കലാകാരി എന്നുള്ള നിലയിൽ, ഒരു നർത്തകി എന്നുള്ള നിലയിൽ തനിക്ക് ഏൽക്കേണ്ടി വന്ന അപമാനം, അതിൻ്റെ അന്തരീക്ഷം, അതിൽ നിന്നും മുക്തമാകുക, സർവോപരി പുരൂരവസിനോടൊപ്പം ഉടനെ ചെന്ന് ചേരുക, അതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതോർത്തപ്പോൾ ഉർവശിക്ക് സന്തോഷമായി. അവൾ ഭൂമിയിലേക്ക് യാത്ര തുടങ്ങി. ദീർഘമായി എടുക്കുന്നില്ല, കഥ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി ശബ്ദവും വിളിച്ചവും നൽകി നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഹരി സൗണ്ട്സ് കരിക്കോട് അതിൻ്റെ പ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഉർവശി എന്ന ഈ കഥയ്ക്ക് പുറമെ വ്യത്യസ്തങ്ങളായ 23 കഥകൾ കൂടി ഞങ്ങൾ വേദികളിൽ മാറി മാറി അവതരിപ്പിക്കുന്നു. മറ്റ് കഥകൾ പ്രേമശില്പി, ഒഥല്ലോ, അനീസ്യ, ആയിഷ, വിലയ്ക്ക് വാങ്ങാം, 20-ാം നൂറ്റാണ്ട്, കുമാരനാശാൻ, ഗുരുദേവൻ, അന്നക്കർണീന, പുള്ളിമാൻ, ഇതിഹാസത്തിലെ കർണൻ, രാമായണത്തിലെ സീത, പ്രഭു, നോറ, ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു, മേരി ക്യൂറിയുടെ കഥ തുടങ്ങിയിട്ടുള്ള കഥകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഉർവശി മടങ്ങിപ്പോയതിന്റെ വിഷാദത്തിലാണ് പുരൂരവസ്. അദ്ദേഹത്തിന് സാന്ത്വനിപ്പിക്കാൻ സ്വന്തത സഹചാരിയായ ആ വിദൂഷകൻ അരികിലുണ്ട്. വളരെ വിഷാദിച്ച് നിൽക്കണ്ട, ഉർവശിയുടെ മനസ്സിൽ അനുരാഗമുണ്ട്. ആ അനുരാഗം നിലനിൽക്കുന്നിടത്തോളം അവൾക്ക് വരാതിരിക്കില്ല. എങ്കിലും തുടരെ രാജാവ് പറയുന്നു, ആ സാന്നിധ്യം എനിക്ക് സഹിക്കാവതല്ല. അവൾ എഴുതിയ ഭൂർജപത്രം ഇങ്ങെടുത്തതാ. ഏത് ഭൂർജപത്രം? ഉർവശി എഴുതി തന്ന പ്രണയലേഖനം. അത് ഇവിടെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഉർവശി പോയപ്പോൾ തിരിച്ചു കൊണ്ടുപോയതാണ്. ഇടവെട്ടി ഇവിടെ എവിടെയെങ്കിലും കാണും, ഒന്ന് നോക്കിയെടുക്കണം. രാജാവും വിദൂഷകനും ഉർവശി എഴുതിയ പ്രണയലേഖനം ആ ഉദ്യാനത്തിൽ തപ്പി തടയുന്നു. രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ഒരു ഗതികേട് നോക്കണം.
ഈ ഘട്ടത്തിൽ അവിടേക്ക് വരുന്നു സാക്ഷാൽ മഹാറാണി, രാജാവിന്റെ സഹധർമ്മിണി സാക്ഷാൽ മഹാറാണി പരിവാര സമേതം അവിടേക്ക് എഴുന്നള്ളി. അവർ വരുന്ന വഴിക്ക് ഒരു ഭാഗത്ത് ഒരു പൂർണ്ണപത്രം ചുരുണ്ടു കിടക്കുന്നത് അവർ കണ്ടു. അവർ മെല്ലെ എടുത്തു. അവർക്ക് കിട്ടിയ പൂർണ്ണപത്രം ഉർവശി എഴുതിയ പ്രണയലേഖനം, തന്റെ ഭർത്താവിന് എഴുതിയ പ്രണയലേഖനം ഇതാ കയ്യോടെ അവർക്ക് കിട്ടിയിരിക്കുന്നു. തന്റെ ഭർത്താവിന് എതിരായ ഏറ്റവും വലിയ തെളിവ്. അല്പം മുമ്പ് പരിചാരിക വന്ന് പറഞ്ഞതാണ് കാര്യങ്ങൾ, പക്ഷേ അതിന് വ്യക്തതയില്ല. ഇത് വളരെ വ്യക്തമായ തെളിവാണ്. ഒരു സാക്ഷ്യപത്രമാണ് ഈ പൂർണ്ണപത്രം. അതുമെടുത്ത് അവർ മെല്ലെ രാജാവിന് അരികിലെത്തി. അപ്പോൾ അവരും കണ്ടു ഈ കാഴ്ച. രാജ്യം ഭരിക്കുന്ന രാജാവ് പൂർണ്ണപത്രം തപ്പുന്നു. പ്രഭോ, ഇതാ അങ്ങ് അന്വേഷിക്കുന്നത് സംഗതി ഇതല്ലേ? ഇതാ എന്താണ്? ഇതാണ് അങ്ങ് അന്വേഷിക്കുന്ന സാധനം, ആ പൂർണ്ണപത്രം തന്നെ. അയ്യോ ദേവി, ഞാനതല്ല അന്വേഷിച്ചത്. ആര് പറഞ്ഞു? അങ്ങ് ഇത് തന്നെയാണ് അന്വേഷിച്ചത്? അല്ല, സത്യമായിട്ടും ഞാൻ അതല്ല അന്വേഷിച്ചത്. അങ്ങ് എന്നോട് അസത്യം പറയുന്നു. അപ്പോൾ അങ്ങ് എന്നിൽ നിന്ന് അത് മറച്ചു വെക്കുകയാണെന്ന്. എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ അങ്ങ് രഹസ്യങ്ങളുണ്ട്. അങ്ങക്ക് എന്നോട് പഴയ ബഹുമാനമില്ല, പഴയ സ്നേഹമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ മറച്ചു വെക്കുമോ? ഞാൻ പോകുന്നു, ഞാനിത് നിൽക്കുന്നില്ല. ഞാൻ അധികം പറ്റായി അങ്ങനെ മുന്നിൽ നിൽക്കുന്നില്ല. ദേവി, ദേവി! രാജാവ് അങ്ങനെ നോക്കി നിന്ന് വിളിച്ചതല്ലാതെ രാജ്യം നിൽക്കാൻ പോയില്ല. അവര് പോയി മറഞ്ഞു. വല്ലാതെ വിഷമിച്ചു പോയി രാജാവ്. വിദൂഷകനോട് പറയുന്നു, തോഴതേ, വല്ലാത്തൊരവസ്ഥ. സത്യം പറഞ്ഞാൽ എനിക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. ഉർവശിയോട് എനിക്ക് അനുരാഗമുണ്ട്, അത് സത്യമാണ്. പക്ഷേ ദേവിയോട് എനിക്കുള്ള സ്നേഹവും ബഹുമാനവും പ്രേമവും ഒന്നും, ബഹുമാനവും ഒന്നും ഒരു കടുകിട കുറഞ്ഞിട്ടില്ല. പകലൊടുങ്ങി സന്ധ്യതാരമെത്തി, രജനി വന്നു താരകം തിരിച്ചു. പകലൊടുങ്ങി സന്ധ്യതാരമെത്തി, രജനി വന്നു താരകം തിരിച്ചു. നീലരാത്രി തൂകി മന്ദസ്നേരം, പരിമളം ചൊരിഞ്ഞു രാത്രി ഗന്ധി. നീലരാത്രി തൂകി മന്ദസ്നേരം, പരിമളം ചൊരിഞ്ഞു രാത്രി ഗന്ധി. സന്ധ്യതാരമെത്തി, രജനി വന്നു താരകം തിരിച്ചു. രാജ്ഞി പോയി നിരാഹാര വ്രതം ആരംഭിച്ചു. സാധാരണ ഭർത്താവുമായി വഴക്കിട്ടാൽ ഭാര്യ ആഹാരം കഴിക്കാതിരിക്കും. അങ്ങനെ ഒരു സമരമാർഗമുണ്ട്. പക്ഷേ ഇത് സമരമാർഗമല്ല, ഇതൊരു ഭക്തിമാർഗമാണ്. അവർ ഭക്തിപൂർവകം നിരാഹാര വ്രതം ആരംഭിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, രാജാവിന്റെ മനസ്സിൽ തനിക്ക് എന്ത് സ്ഥാനമുണ്ട്?